ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇപ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരു സമയം കൂടിയാണ്. എങ്കിലും നമ്മളെല്ലാവരും ഒത്തിരി തിരക്കുകളൊക്കെ മാറ്റി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരു നല്ല സമയമാണ്. ഞാൻ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ദൈവസന്നദ്ധിയിലായിരിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടിയത് ഇങ്ങനെയാണ്: ഞാൻ ദൈവത്തിൻ്റെ കരം പിടിച്ച സമയമാണോ, ദൈവം എൻ്റെ കരം പിടിച്ച സമയമാണോ കൂടുതലായിട്ടുള്ളത്? നിങ്ങളും ചിന്തിച്ചു നോക്കണം. നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ച കുറച്ച് സമയമുള്ളൂ. നമ്മൾ വലിയ പ്രശ്നം വന്നപ്പം വേറെ ഒരു സ്ഥലത്തും ഒരു പിടിവള്ളി ഇല്ലാതിരുന്നപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, ശരി തന്നെ. പക്ഷെ ദൈവം നമ്മുടെ കരം പിടിച്ചതോ ഒരുപാട് നേരത്തുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദൈവം നമ്മുടെ കരം പിടിച്ച് നടത്തിയ ഒരുപാട് സമയങ്ങൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു, എൻ്റെ കുടുംബത്തിലെ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു, ഞാൻ തക്ക സമയത്ത് ഇടപെട്ടു, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താണ് കാരണം? കാരണം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ചിരി വന്നു. ഒരു ചെറിയ ഒരു പ്രശ്നമാണ്, കുഞ്ഞൊരു കാര്യമുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം ഇങ്ങനെയാണ്: അങ്ങനെയുള്ള 100 ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്താണ് അങ്ങനെ ചിന്തിക്കാത്തതിന്റെ കാരണം? അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നുപോയ അതേ പ്രശ്നത്തിലൂടെ കടന്നുപോയ പലരും ഉണ്ട്. പലരും വീണുപോയി. പക്ഷെ നമ്മൾ ഇന്നും പിടിച്ചു നിൽക്കാൻ കാരണം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും, ദൈവം നമ്മുടെ കരം പിടിച്ച സമയങ്ങളാണ് അതെല്ലാം. ഹല്ലേലൂയ. ഒന്നും കൂടെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാൻ ദൈവത്തിന്റെ കരം പിടിച്ച സമയമാണോ, എൻ്റെ കുടുംബം ദൈവത്തിൽ ആശ്രയിച്ച സമയമാണോ കൂടുതൽ, അതോ സർവശക്തനായ ദൈവം എന്നെ കൈക്ക് പിടിച്ച് നടത്തിയ നിമിഷങ്ങളാണോ കൂടുതൽ? രണ്ടാമത് ഞാൻ പറഞ്ഞ വിഷയമായിരിക്കും കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് സമയം നോക്കിയിട്ടോ കാലം നോക്കിയിട്ടോ സാഹചര്യം നോക്കിയിട്ടോ അല്ല. മനുഷ്യൻ സ്നേഹിക്കുന്നത് സമയം നോക്കും, സാഹചര്യം നോക്കും, പലതും നോക്കിയിട്ടൊക്കെയാണ് ദൈവം മനുഷ്യനൊരാളെ സ്നേഹിക്കുന്നത്. ദൈവം സ്നേഹിക്കുന്നത് സമയമോ കാലമോ നോക്കിയിട്ടല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്നറിയാമോ? നമ്മുടെ ദൈവാരാധന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ദൈവം ശരിക്കും പ്രാർത്ഥനാ സമയത്ത് ദൈവം ശരിക്കും നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു നല്ല വിഷയമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. എങ്ങനെ ആരാധിക്കും? നമ്മൾ ആരാധന നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം ഇത്രയും നാൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ: പാട്ടുണ്ടോ? ഞാൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരാധനയ്ക്ക് കയറുന്നതിന് മുമ്പ് പാട്ടുകാരനോട് ചിലപ്പം പറയും, ഒരു നല്ല പാട്ട് പാടണം കേട്ടോ. ധൂപക്കുറ്റിയുണ്ടോ? തിരി കത്തിച്ചു വെച്ചിട്ടുണ്ടോ? കൈയടിച്ചു പാടണം, മുട്ടുകുത്തി നിൽക്കണം. ചില സമയത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ പാട്ടുണ്ടോ? കൈകൊട്ടിപ്പാട്ടിന് എത്ര പാട്ടുണ്ട്? സ്തുതിപ്പുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഇതെല്ലാം ആരാധനയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട ആരാധനയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ജീവിതത്തിൽ മാറ്റം വരുത്തി ദൈവത്തെ ആരാധിച്ചാലേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുകയുള്ളൂ. ഹല്ലേലൂയ. ഇത് ശരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ദൈവം അനേകം ആളുകൾക്ക് നൽകുന്ന ഉത്തരമാണ്. അതായത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ലോകം മുഴുവനും ഇഷ്ടംപോലെ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ദൈവാരാധനയുണ്ട്. ഒരുപാട് പേര് ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷെ ആരാധനയുടെ ഫലമോ? കുറച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളെ നടക്കുന്നുള്ളൂ. എന്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ കൃപ കിട്ടുന്നില്ല? ജീവിതത്തിൽ മാറ്റം വരുത്തി ദൈവസന്നദ്ധിയിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചാൽ നമ്മളുടെ പ്രാർത്ഥനകളിൽ ദൈവം 100% പ്രവർത്തിക്കും. അതിന് ബൈബിളിലൂടെ അതിന് ഉത്തരം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ദൈവവചനത്തിൽ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. ദൈവവചനം വഴിയരികിലിരിക്കുന്ന ഒരു അന്ധനായ വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്ന ഭാഗമാണ്.
ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഈ അന്ധനായ വ്യക്തി വഴിയരികിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈശോ കേട്ടോ ഇല്ലയോ? ഈശോ കേട്ടു. അവന്റെ കാഴ്ചയില്ലാത്തതിന്റെ വിഷമം ഈശോ അറിഞ്ഞു. അവന്റെ സങ്കടം എന്താണെന്ന് മനസ്സിലാക്കി. എന്തുകൊണ്ട്? ഇവന്റെ പ്രാർത്ഥന കേട്ട ഉടനെ ഈശോ അവിടെ നിന്നുകൊണ്ട് തന്നെ അവന്റെ കണ്ണിന് കാഴ്ച കൊടുത്തില്ല. അതിനകത്തൊരു ബൈബിൾ വചനമുണ്ട്. 10-ാം അധ്യായം 50-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 50-ാമത്തെ വാക്യം. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്ത് വന്നപ്പോഴാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തത്. അതിനിടയിൽ ഒരു ഭാഗമുണ്ട്. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നിങ്ങളെ പലരും വിളിച്ചു, ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളെ വിളിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ആരും ഉടുപ്പ് ഊരിയിട്ടല്ല ഓടുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി വടുവഞ്ചാലിൽ വന്നു, എന്നെ വിളിച്ചു എന്നൊരാൾ പറയുക, ഞാൻ ഉടുപ്പ് ഊരിയിട്ടല്ല ഓടുന്നത്, ഉടുപ്പിട്ടോണ്ടാ ഓടുന്നത്. ഇവിടെ ഈശോ ഒരാളെ വിളിച്ചപ്പോൾ ഈ മനുഷ്യൻ ഉടുപ്പ് ഊരിയിട്ട് ഓടുകയാണ്. അതെന്തിനാ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്? ശ്രദ്ധിച്ച, ഈ മനുഷ്യൻ ഈ പുറങ്കുപ്പായം ഇട്ടോണ്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആളുടെ പ്രാർത്ഥന കേട്ടു, അവന്റെ അവസ്ഥ അറിഞ്ഞു. ഇത് സത്യം തന്നെയാണ്. പക്ഷെ ഇവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം സൗഖ്യം കൊടുത്തില്ല. സൗഖ്യം കൊടുത്തത് ഇവന്റെ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ പിന്നെയാണ്. എന്തുകൊണ്ടാണ്? ദൂരെ എറിയണമെങ്കിൽ ഒരാൾക്ക് ഫുൾ ശക്തി എടുത്താലേ ദൂരോട്ട് എറിയാൻ പറ്റത്തുള്ളൂ. അവന്റെ പുറങ്കുപ്പായം അവർ അഴിച്ചിട്ടാ പോരായിരുന്നു. അവിടെ അവന്റെ പുറങ്കുപ്പായം എടുത്ത് ചുരുട്ടിച്ച് ദൂരോട്ട് ഇട്ടാ പോരായിരുന്നോ? എന്തിനത് വലിച്ചെറിഞ്ഞു? അതൊരു സൂചനയാണ്. പുറങ്കുപ്പായം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ ഇത്രയും നാളത്തെ നമ്മുടെ ജീവിതം കൊണ്ട് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം പോലെയായി പുറങ്കുപ്പായം പോലെ കിടപ്പുണ്ട്. ചില പാപങ്ങളും ചില തിന്മകളും ചില ജഡിക പാപങ്ങളും ചില ബന്ധനങ്ങളും പുറങ്കുപ്പായം പോലെ കിടക്കുക. നമ്മുടെ പ്രാർത്ഥന ഈ പുറങ്കുപ്പായം ഉണ്ടെങ്കിലും ദൈവം കേൾക്കും. പക്ഷെ പ്രാർത്ഥനയ്ക്ക് മറുപടി, ഒരത്ഭുതം നടക്കണമെങ്കിലോ ഈ പുറങ്കുപ്പായം ഞാൻ എന്ന് ദൂരെ എറിഞ്ഞ് എന്നെ തന്നെ ദൈവസന്നിധിയിൽ ഞാൻ നിർത്തുന്നുവോ അന്നേ എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരവും അത്ഭുതവും ചൊരിയത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ പൂവുണ്ടോ, വിളക്ക് വെച്ചിട്ടുണ്ടോ, കൈകൊട്ടിയ പാട്ടുണ്ടോ, ഓർഗനിസ്റ്റ് ഉണ്ടോ, പാട്ടുകാർ എത്ര പേരുണ്ട്? നമ്മൾ ആരാധനയുടെ പുറംപോടികൾ മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മൾ ആരാധന അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന നമ്മൾ ഏത് അവസ്ഥയിലാണ്? ഈ പുറങ്കപ്പായ ഇട്ടുകൊണ്ട് നിൽക്കാനും ദൈവാരാധന തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. ഇത് ദൂരെ എറിയണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്നത്. ദൈവത്തിന്റെ വാക്കാണിത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ബൈബിളിലേക്ക് വരാം. ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു ദൈവാരാധന എല്ലാവർക്കും സാധ്യമല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ പ്രാക്ടിക്കലാക്കാൻ പാടാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നു. ഇനി പറയുന്ന കാര്യങ്ങൾ ശരിക്കും ഒരു പഠനം പോലെയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാലേ നമ്മുടെ ജീവിതത്തിലെ തെറ്റേത് പാളിച്ചേത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവത്തുള്ളൂ. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഈ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നു. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ, ദൈവം എന്തുകൊണ്ടാ ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് മന്ന കൊടുക്കാഞ്ഞേ? അവർക്ക് അവിടെയും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്നപ്പോ പൊരും വെയിലത്ത് പണിയെടുത്ത സമയത്ത് ദൈവം ഒരു മേഘസ്തംഭമായി ഒരു തണല് കൊടുത്തു ദൈവം സംരക്ഷിച്ചില്ല? ദൈവത്തിന്റെ സ്വന്തം ജനമല്ലായിരുന്നോ? ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്നപ്പോഴൊന്നും ദൈവം ഒരു മന്നായും വർഷിച്ചിട്ടില്ല, ഒരു സംരക്ഷണവും കൊടുത്തിട്ടില്ല, ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. അന്നേരവും ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ ജനം. പക്ഷെ ദൈവം ഒരു അത്ഭുതവും അവർക്ക് വേണ്ടി ചെയ്തില്ല. ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി ചലിച്ചിട്ടില്ല. പക്ഷെ ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടപ്പാട്. 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇസ്രായേൽ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, അവരുടെ മേൽ
അവരുടെ മേൽ ലഭിക്കുന്ന ക്രൂരത കാരണം ഉയരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ സങ്കടം ഞാൻ അറിയുന്നു. പ്രാർത്ഥന ദൈവം കേട്ടു. ശ്രദ്ധിച്ച്, നമ്മൾ ഏതെങ്കിലും ബന്ധനത്തിലാണെങ്കിലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, ഉറപ്പാണ്. പക്ഷേ ബന്ധനത്തിലാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അതിനുള്ള ഉത്തരം കിട്ടാൻ കാലതാമസം എടുക്കുന്നു. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുടുംബം രക്ഷപ്പെട്ടേനല്ലോ. നല്ല കാര്യമാണ്. നിങ്ങൾ ഏത് ബന്ധനത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിച്ചാലും ദൈവം അത് കേൾക്കും. പക്ഷേ ജോലി നിങ്ങൾക്ക് ദൈവം ഒരുക്കി തരണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൂരെ എറിഞ്ഞു കളയേണ്ട ഏതോ ഒരു പുറങ്കുപ്പായം ഇരിപ്പുണ്ട്. അതേതാണെന്ന് നിങ്ങൾക്ക് അവരവർക്ക് തന്നെ അറിയാൻ പറ്റും. അടുത്തിരിക്കുന്ന ആൾക്ക് പോലും അറിയത്തില്ലത്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ദൈവമേ, വർഷങ്ങളായി ഞാൻ ഇട്ടോണ്ട് നടന്ന പുറങ്കുപ്പായം ഇതാണ്. ഞാനതൊരിക്കലും ദൂരെ എറിഞ്ഞിട്ടില്ല. അത് ദൂരെ എറിയാത്തിടത്തോളം കാലം നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ഫലമില്ലാതെ കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചങ്കു പൊട്ടി വിളിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്. പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ദൈവം ഒരു സ്റ്റെപ്പ് ഇസ്രായേൽ ജനത്തെ ഉയർത്താൻ പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, മോശയോടാ ദൈവം പറയുന്നത്, ഇസ്രായേൽ ജനത്തെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അങ്ങനെ മോശ ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഫറവോയുടെ അടുത്ത് ചെന്ന് ഫറവോയോട് പറയുവാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ, ഫറവോയോട്, എന്റെ ജനം, ഈ ജനം ദൈവത്തെ മരുഭൂമിയിൽ ആരാധിക്കാൻ വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മോശയോട് ഫറവോ പറഞ്ഞത് ഇങ്ങനെയാണ്. ബൈബിളിൽ 8-ാം അധ്യായം 25-ാമത്തെ വാക്യം ഉറക്കെ വായിക്കുകയാണ്. ഫറവോ പറഞ്ഞ കാര്യമാണ് ദൈവാരാധനയെ സംബന്ധിച്ച്. ഫറവോ മോശയെയും അഹറോനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പോയി ഈ രാജ്യത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിച്ചു. ആ വാക്ക് ശ്രദ്ധിച്ച്, എന്താ ഫറവോ പറഞ്ഞേ? നിങ്ങൾ പുറത്തു പോകരുത്, എന്റെ രാജ്യത്തിന്റെ ഉള്ളിലിരുന്ന്. എന്താ വാക്കിന്റെ അർത്ഥം? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധനത്തിലാണെങ്കിൽ പിശാച് നമ്മളോട് പറയും ദൈവത്തെ ആരാധിച്ചു. പിശാചിനറിയാം നമ്മൾ ഏതെങ്കിലും ബന്ധനത്തിൽ ഇരുന്നാണ് ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നമ്മുടെ ആരാധന ദൈവം, സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കില്ലെന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നോക്കി, പിശാച് പറഞ്ഞു തരും. ഇപ്പൊ മദ്യം കഴിക്കുന്ന ഒരാളോട് പറയും, മദ്യം കഴിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ ആരാധിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ദൈവാരാധന അല്ലാതാവോ? അത് ദൈവാരാധനയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ പിശാച് പറയും, നീ ആ മദ്യം കുടിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവത്തെ ആരാധിച്ചാൽ മതി. എന്റെ രാജ്യത്തിനുള്ളിൽ നീ ഏതെങ്കിലും പാപത്തിലാണോ, ആ പാപത്തിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചാൽ മതി. മോശ ദൈവത്തോട് പോയി ചോദിച്ചു, കർത്ത ദൈവമേ, ഫറവോ ഇങ്ങനെയാ പറയുന്നേ, ഇവിടെ തന്നെ ഇരുന്ന് ആരാധിച്ചാ പോരെന്ന്. ദൈവം പറഞ്ഞു, പറ്റത്തില്ല. എന്റെ ജനം ഈ ഫറവോയുടെ അടിമത്തത്തിന്റെ ഉള്ളിൽ ദൈവത്തെ ആരാധിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫറവോ പറയുവാണ്, ഈ രാജ്യത്തിനുള്ളിൽ എവിടെയെങ്കിലും ആരാധിച്ചോട്ടെ, ഈ രാജ്യത്തിനുള്ളിലല്ല. നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുന്ന പുറംകുപ്പായം ദൂരെ എറിഞ്ഞ്, അതായത് പഴയ നിയമത്തിലാണെങ്കിൽ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടന്ന് സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ ആരാധിച്ചാലേ നമ്മുടെ ആരാധന ദൈവസന്നിധിയിൽ അംഗീകരിക്കത്തുള്ളൂ. അല്ലാത്ത പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് കുഞ്ഞിരു വാക്കിൽ പറയുന്നത്, ജീവിതത്തിൽ മാറ്റം വരുത്താതെയുള്ള ദൈവാരാധന ദൈവം അംഗീകരിക്കുന്നില്ല. അവർക്ക് പറയാമോ ഹല്ലേലൂയാ. അപ്പോൾ ഉടനെ ഒരു സാധ്യത ഫറവോ ഇങ്ങനെ പറഞ്ഞു. ഉടനെ മോശ വീണ്ടും ഫറവോയോട് പറയുവാണ്, അല്ല, ഞങ്ങളുടെ ദൈവം ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ്. 3 ദിവസം യാത്ര ചെയ്ത്. അപ്പോൾ വീണ്ടും ഫറവോയോട് മോശ ചെന്ന് പറയുമ്പോൾ മോശയോട് ഫറവോ പറയുവാണ്, അതാണ് 28-ാമത്തെ വാക്യത്തിന്റെ അവസാനം. ഫറവോ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ആരാധിച്ചോ, പക്ഷെ ഒത്തിരി ദൂരം പോകരുത്, ഒത്തിരി ദൂരോട്ട് ഇങ്ങനെ പോകരുത്. ഇവിടെ എവിടെയെങ്കിലും ഇച്ചിരി ദൂരത്തെ, അതാണ് പിശാച് ഒത്തിരി പേര് ധ്യാനമൊക്കെ കൂടി നന്നാവുമ്പോ എന്താ പറയുന്നറിയോ, ഒത്തിരി നാളത്തേക്കൊന്നും മദ്യപാനം നിർത്തല്ലേ, ഒത്തിരി നാളത്തേക്കൊന്നും ഈ നല്ല സ്വഭാവം ഒന്നും തുടരരുത്, ഒത്തിരി നാളത്തേക്ക് വേണ്ട, കുറച്ച് നാളത്തേക്ക് മതി. ബീഡി വലിക്കുന്ന ഒരാൾ ബീഡി നിർത്തുമ്പോ പിശാച് പറയും കുറച്ചു നാളത്തേക്ക് മതി. കുടുംബ പ്രാർത്ഥന ഇല്ലാത്തൊരു കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ആരംഭിച്ച് കുറച്ച് നാളത്തേക്കൊക്കെ മതി. ഇതാ ബൈബിൾ എഴുതിയിരിക്കുക. ഫറവോ പറയാണ്,
ഒത്തിരി ദൂരം പോകരുത്, കുറച്ച് ദൂരം പോയാൽ മതി. നോക്കിക്കേ, നമ്മളെ ശരിക്കും ഒരു നല്ല ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ ഫറവോ സമ്മതിക്കുന്നില്ല. ഇതുപോലെയാണ് പിശാചിന്റെ പ്രത്യേകത. നമ്മൾ ദൈവാരാധനയ്ക്ക് സമ്മതിക്കത്തില്ല. കാരണം പിശാചിനറിയാം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി ദൈവത്തെ ആരാധിച്ചാൽ സ്വർഗത്തിലെ ദൈവം ആരാധനയിൽ സംപ്രീതനാകുമെന്ന്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ താഴ്ത്തി പ്രിയപ്പെട്ട് ശ്രദ്ധിച്ച്, നമ്മുടെ ഇത്രയും നാള് പല നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് ഇവിടെയുണ്ട്. ഞാനും ചിന്തിച്ചു, ദൈവമേ, ഇവിടെ നിയോഗം വെച്ച ഒത്തിരി പേരുടെ പ്രാർത്ഥനയ്ക്ക് എന്നാ ഉത്തരം കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവം മറുപടി കൊടുക്കാത്തത്? ഉത്തരം ഇതാണ്, നമ്മൾ നമ്മുടെ അവസ്ഥയും പ്രാർത്ഥനയും ദൈവത്തിന് അറിയാം. പക്ഷെ നമ്മുടെ അവസ്ഥ മാറ്റാൻ ദൈവത്തിന് കഴിയണമെങ്കിൽ ഞാൻ ആദ്യം എന്റെ പുറങ്കുപ്പായം ദൂരെ എറിയണം. എന്നെ ചില കാര്യങ്ങൾ അടിമപ്പെടുത്തി വെച്ചിരിക്കുക, ചില പാപത്തിന്റെ അടിയിലാണ് ഞാൻ. അതാ എന്നെ പുറകോട്ട് ഇത്രയും നാൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയത്തില്ല. ആ പാപാവസ്ഥയിൽ തന്നെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. പാപാവസ്ഥയിൽ, ബന്ധനമുള്ള അവസ്ഥയിൽ നമ്മളെ തന്നെ ദൈവത്തെ ആരാധിച്ചാൽ നമ്മുടെ ദൈവം നമ്മുടെ ആരാധനയെ സമർപ്പിക്കപ്പെടുന്ന നിയോഗങ്ങളോ സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കാതെ പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് നിസ്സാരമല്ല കേട്ടോ, നിസ്സാരമല്ല. അല്ല, നിങ്ങൾ നോക്കിക്കേ, വഴിയരികിലിരുന്ന ഭിക്ഷയെടുക്കുന്ന യാചകൻ ദൈവത്തെ വിളിച്ചപ്പം ദൈവം അത് കേട്ടു. പക്ഷെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഈശോയ്ക്ക് വേണമെങ്കിൽ നിന്റെ കണ്ണ് തുറക്കട്ടെ എന്ന് പറയായിരുന്നു. പറഞ്ഞില്ലല്ലോ. എപ്പോഴേ പറഞ്ഞുള്ളൂ? അവന്റെ ആഗ്രഹം എപ്പോഴേ സാധിച്ചു കൊടുത്തുള്ളൂ. അവന്റെ പുറങ്കുപ്പായം അവൻ അവിടെ ഇട്ടപ്പോഴല്ല, കുറച്ച് ദൂരോട്ടിട്ടപ്പോഴല്ല, അത് വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞു. ഇതുപോലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇത് ലോകം മുഴുവൻ ആരൊക്കെ എവിടൊക്കെ കേൾക്കുന്നുണ്ടോ, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ വലിച്ചെറിയേണ്ട ചില സ്വഭാവമുണ്ട്, ചില രീതികളുണ്ട്, ചില പാപമുണ്ട്, ചില പരദൂഷണം പറയുന്ന അവസ്ഥയുണ്ട്, ചില ഇല്ലാക്കഥകൾ പറയുന്ന സ്വഭാവമുണ്ട്. ഇതെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞ് എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ദൈവം എന്നോട് ചോദിക്കും, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? ബൈബിളിൽ ഒരേ ഒരാളോടെ ഇങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. ബൈബിളിൽ കുറെ സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഒറ്റ ഒരാളോടെ ചോദിച്ചിട്ടുള്ളൂ, നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇത്രയും ഒരു ആഗ്രഹത്തിന് വില വന്നതിന്റെ കാരണം അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി അവൻ ദൈവസന്നിധിയിൽ അവന്റെ ജീവിതത്തെ നിർത്തിയത് കൊണ്ടാണ്. അത്രയുള്ള ധൈര്യമൊന്നും പല വിശ്വാസികൾക്കുമില്ല. ഏറ്റവും എളുപ്പമാണ് ആരാധന സമയത്ത് കൈകൊട്ടി ഒരു പാട്ട് പാടാൻ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ മുട്ടുകുത്തി നിൽക്കാൻ എളുപ്പമാണ്, ഹൃദയം പൊട്ടി വിളിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഡാൻസ് കളിച്ച് ആരാധനയിൽ പങ്കെടുക്കാൻ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് ആരാധനയുടെ 100% ഭാഗം മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തിയാലേ നമ്മുടെ ആരാധന സ്വർഗത്തിലെ ദൈവം അംഗീകരിച്ച് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവകരം ചലിക്കുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ഇനി നോക്കി, നിങ്ങൾ ബൈബിൾ പഠിക്കണം. ഫറവോ എന്ന് പറയുന്ന വ്യക്തി, ഇവർ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നേരത്തെല്ലാം ഓരോ കൊളുത്തിട്ട് വലിക്കുക. ആദ്യം പറഞ്ഞു ഇവിടെ ആരാധിച്ചാ പോരെ. അപ്പൊ മോശ പറഞ്ഞു പറ്റിയല്ല. അപ്പൊ ഒത്തിരി ദൂരം പോകരുതെന്ന് പറഞ്ഞു. എന്തിനാ ഈ ഫറവോ ഇതെല്ലാം പറയുന്നേ? എന്തിനാ ഈ അടുത്തത് ഫറവോ പറഞ്ഞെന്നറിയോ? 10-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ ഫറവോ ചോദിക്കുകയാണ്, മോശയോട് ചോദിക്കുക, നിങ്ങൾ ആരാധിക്കാൻ പോകുമ്പോ ആരൊക്കെയാ പോകുന്നേ? ഫറവോയ്ക്ക് എന്തിനാ ഇത് അന്വേഷിക്കേണ്ട കാര്യം എന്നാ? ഫറവോയ്ക്ക് വിശ്വാസം ഇല്ല. പക്ഷെ ഫറവോ ചോദിക്കുക മോശയോട്, അതെ മോശേ, നിങ്ങൾ ആരൊക്കെയായി ദൈവത്തെ ആരാധിക്കാൻ പോകുന്നേ? അപ്പൊ മോശ പറഞ്ഞു, ഞങ്ങള് സ്ത്രീകളും കുട്ടികളും യുവജനങ്ങളും യുവതികളും എല്ലാരും പോണം. അപ്പൊ ഫറവോ ഉടനെ ഒരു കൊളുത്തിടുകയാണ്. അടുത്തത്, അതെ, നിങ്ങൾ ദൈവത്തെ ആരാധിച്ചോ? 10-ാമത്തെ വചനത്തിന്റെ 11-ാമത്തെ വചനമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ പുരുഷന്മാര് മാത്രം പോയി ദൈവത്തെ ആരാധിച്ചിട്ട് വരാൻ പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ എന്താ കുഴപ്പം? ആദ്യം ആണുങ്ങളൊക്കെ പോട്ടെ. ഫറവോ പറയാണ് ആദ്യം പുരുഷന്മാര് പോട്ടെ. ഈ പുരുഷന്മാർ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ശ്രദ്ധിച്ച്, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ പോയി, നമ്മുടെ കുടുംബത്തിലെ ബാക്കി 3 പേർക്ക് ഒരു വിശ്വാസവും ഇല്ല. നമ്മുടെ കുടുംബത്തിൽ ആ അനുഗ്രഹത്തിന് തടസ്സമാണത്. ഫറവോയോട് മോശ പറഞ്ഞു, ഞങ്ങൾ പുരുഷന്മാര് മാത്രം പോയാൽ പോരാ, സ്ത്രീകളും കുട്ടികളും യുവാക്കൾ കുട്ടികളടക്കം പോവും. മാത്രമല്ല, ഞങ്ങൾ വളർത്തുന്ന പശുക്കളെ വരെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഫറവോ പറഞ്ഞു പറ്റിയല്ലെന്ന് പറഞ്ഞു. എന്തിനാ പശുക്കളെ കൊണ്ടുപോകുന്ന കാര്യം? എന്തിനാ കുട്ടികളെ കൊണ്ടുപോകുന്നത്? ഫറവോ ചോദിക്കും, പുരുഷന്മാര് മാത്രം പോട്ടെ. പുരുഷന്മാര് മാത്രം അങ്ങനെ പോയായിരുന്നു എന്താ പ്രത്യേകം അറിയോ?
പുരുഷന്മാര് ദൈവത്തെ ആരാധിക്കാൻ പോയാലും അവരുടെ ഭാര്യമാരും കുട്ടികളും ഒക്കെ ഈ വസ്തുവകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ശരീരം മാത്രമേ പോവുള്ളൂ, മനസ്സ് ഇവിടെ ആയിരിക്കും. ദൈവാരാധന പൂർണ്ണമല്ല. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പലരും ദൈവത്തിനും കേൾക്കുവാണെങ്കിലും പലരുടെയും മനസ്സ് ചിലപ്പോൾ വീട്ടിൽ പശുവിന്റെ അടുത്തും ചിലപ്പോൾ പശുവിനെ കെട്ടിയത് ശരിയായിട്ടുണ്ടോ ദൈവമേ, അതൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഫറവോ പറയാ, നിങ്ങൾ പുരുഷന്മാര് മാത്രം പോട്ടെ, പുരുഷന്മാര് മാത്രം. ഉടനെ മോശ പറയാണ് പുരുഷന്മാര് മാത്രം പോയാ പോരാ. ഉടനെ ഫറവോ പറയാണ് 10-ാം അധ്യായം 24-ാമത്തെ വാക്യം, നിങ്ങൾ പുരുഷന്മാര് സ്ത്രീകളും പൊക്കോട്ടെ, നിങ്ങൾ വളർത്തുന്ന പശുക്കളും ആടുകളും ഇവിടെ നിൽക്കട്ടെ, കാളകൾ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. മോശ പറഞ്ഞു പറ്റത്തില്ല, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ 26-ാമത്തെ വചനം 10-ാം അധ്യായം 26-ാമത്തെ വാക്യം, ഞങ്ങളുടെ കന്നുകാലികൾ വരെ ഞങ്ങളോട് കൂടെ പോരും, ഞങ്ങൾ കൊണ്ടുപോകും. പ്രിയപ്പെട്ട ശ്രദ്ധിച്ച്, ഫറവോ പല ടെക്നിക്ക് ഉപയോഗിച്ച് ഈ ദൈവാരാധന പൂർണ്ണമല്ലാതാക്കാൻ വേണ്ടി വലിക്കാൻ നോക്കിയെങ്കിലും മോശ പറഞ്ഞു, ഞങ്ങൾ പുരുഷന്മാര് മാത്രമല്ല, ഭാര്യയും മക്കളും, ഞങ്ങൾ ഇസ്രായേൽ ജനം മുഴുവനും ഞങ്ങൾ വളർത്ത കന്നുകാലടക്കം പോകും. ശ്രദ്ധിച്ച്, ഇനി വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ മോശ പിടിച്ച പിടിയാലെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടന്നേ പിന്നെയാണ് ബൈബിൾ വായിക്കണം. 13-ാം അധ്യായം 14-ാം അധ്യായം 15-ാം അധ്യായം 16, 17 അധ്യായം അത്ഭുതങ്ങളുടെ പെരുമഴയാണ്. ഹല്ലേലൂയ. വീട്ടിൽ പോയി വായിക്കണം. ഇതിനു മുമ്പും ഇസ്രായേൽ ജനം ഉണ്ടായിരുന്നു, ഒരത്ഭുതവും ദൈവം ചെയ്തിട്ടില്ല. പക്ഷെ ദൈവസന്നിധിയിൽ അവരുടെ ജീവിതത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കിടന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ 14 മുതലുള്ള വചനങ്ങളിൽ അത്ഭുതങ്ങളുടെ പെരുമഴയാണ് ഈ ബൈബിളിൽ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ഒരു കാര്യം കേട്ട്, എന്തൊക്കെ ചെയ്തെന്നറിയോ? കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഇന്നുവരെ കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്തതുമായ വലിയ കാര്യമാണ് ഇങ്ങനെ ആരാധിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം, എന്തൊക്കെയാ ദൈവം ചെയ്ത അത്ഭുതം അറിയോ? ചെങ്കടൽ രണ്ടായി. ഇസ്രായേൽ ജനം ഇന്നുവരെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ലാത്ത വലിയൊരു പ്രവൃത്തിയാണ് ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തത്. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ്, മാറായിലെ ജലം ദൈവം കയ്പുള്ള ജലം മധുരിക്കുന്ന അനുഭവമാക്കി മാറ്റി. എന്തുകൊണ്ട്? ഈജിപ്തിന്റെ അടിമത്തത്തിൽ കടന്നപ്പോ കയ്പുള്ള അനുഭവങ്ങൾ മധുരമുള്ളതായിട്ട് മാറിയില്ല. ദൈവത്തെ ആരാധിക്കേണ്ട പോലെ ആരാധിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങും. അവർക്ക് പറയാം ഹല്ലേലൂയ. ഒന്നും കൂടെ മനസ്സിരുത്തി അല്പം കൂടെ ശ്രദ്ധയോടെ കേട്ടെ. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്നപ്പോൾ ഒരു മന്നായും പൊഴിച്ചില്ല, ഒരു പാറയിൽ നിന്ന് വെള്ളവും കൊടുത്തില്ല. അവര് വെയിലത്ത് പണിയെടുത്തപ്പോ ഒരു തണലായിട്ടൊരു മേഘത്തെ നിർത്തിയില്ല. അന്നേരം ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനം അല്ലായിരുന്നോ? അതേ ആയിരുന്നു. അവരുടെ പ്രാർത്ഥന കേട്ടില്ലായിരുന്നോ? കേട്ടായിരുന്നു. പക്ഷെ ദൈവം ഒന്നും ചെയ്തില്ല. ദൈവം ചെയ്തത് എപ്പോഴാണെന്നറിയോ? ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടന്നു. ഇവിടെ ഇരിക്കുന്ന ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളും കുട്ടികളും യുവതി യുവാക്കളും, നിങ്ങളെ അടിമപ്പെടുത്തുന്ന ആ പുറങ്കുപ്പായം ഏതാണോ അതിൽ നിന്ന് പുറത്തു കടക്കാതെ നമ്മുടെ ദൈവാരാധന സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കില്ല. ഈ പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്നുകൊണ്ട് ജോലി കിട്ടണേ, സ്ഥലം വിൽപ്പന നടക്കണേ, വീട് വെക്കാൻ പറ്റണേ, നമ്മൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ച് നമ്മുടെ തൊണ്ടയിലെ വെള്ളം പറ്റുമെന്നല്ലാണ്ട് നമ്മൾ ചിന്തിക്കും, ഞാനിനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയിൽ ചില തടസ്സങ്ങളുണ്ട്, നമ്മൾ സൃഷ്ടിക്കുന്ന ചില തടസ്സങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്ന ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ നിർത്തുമ്പം എന്റെ പുറങ്കുപ്പായ ഞാൻ ദൂരെ എറിഞ്ഞു കളയണം. അത്രയും ധൈര്യമുള്ളവരൊന്നും ക്രിസ്ത്യാനികൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല. ക്രിസ്ത്യാനികൾ ഒരുപാട് പേരുണ്ടെങ്കിലും ഇത്രയും ധൈര്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന അധികം പേരില്ല. എന്നാൽ ഒരു ദൈവത്തിന്റെ ഒരു ദൂത് പറയാം, ഒരു അത്ഭുത സന്ദേശം പറയാം. അങ്ങനെ ദൈവത്തെ ആരാധിച്ചത് സത്യമാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വാരിക്കോരി ഒരു നെല്ലിക്കാക്കൊട്ട മറിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ അനുഗ്രഹിക്കുമെന്ന് ദൈവവചനം ഉറപ്പു തരുന്ന കാര്യവുമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കും ഇതിന് മാത്രം തടസ്സങ്ങൾ ഇപ്പൊ എന്താ ഉള്ളത്? നമ്മൾ വിചാരിക്കും ഇതൊന്നും തടസ്സമല്ല. ബൈബിൾ ഒരു വചനമുണ്ട്, ഇസ്രായേൽ ജനം
മോശ വഴി ഫറവോയോട് പറയുക, ഞങ്ങളിൽ ഒരു ചെറിയ ഒരു അംശം പോലും ഇവിടെ അവശേഷിക്കാതെ ഞങ്ങൾ മുഴുവൻ നിന്റെ ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു കിടക്കും, ഒന്നുപോലും അവശേഷിക്കാതെ. പ്രിയപ്പെട്ടവരെ, 6 ദിവസം ഞാൻ ഈ വചനവുമായി പ്രാർത്ഥിച്ചു. 5 ദിവസമായിട്ട് എനിക്ക് ഇതിന് ഉത്തരം കിട്ടിയിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം ഒരു 11:30 എനിക്ക് ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടിയത്. അതിന് ഉത്തരം ദൈവം എനിക്ക് തന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിൽ ജീവിതത്തിൽ മാറ്റം വരുത്താതെ ദൈവസന്നിധിയിൽ എത്ര ആരാധിച്ചിട്ടും ആ ആരാധന ദൈവം അംഗീകരിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറഞ്ഞേ ഹല്ലേലൂയ. കേട്ടെ, നിങ്ങൾ ഇത്രയും പേരെ എങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ദൈവം അറിയും. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരണമെങ്കിൽ ജീവിതത്തിൽ ദൂരെ എറിയേണ്ട, പുറത്തു കിടക്കേണ്ട, ഒരടിമത്വത്തിൽ നിന്ന് പുറത്തു കിടക്കേണ്ട സാഹചര്യമുണ്ട്. ദൂരെ എറിയേണ്ട ഒരു പുറങ്കുപ്പായമുണ്ട്. കണ്ണുകളടയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ വിഷയം. അന്ധനായ വ്യക്തി പ്രാർത്ഥിച്ച ഉടനെ ഒന്നും നടന്നില്ല. ആ ദൈവം കേട്ടു, ദൈവം മനസ്സിലാക്കി. പക്ഷെ കണ്ണിന് കാഴ്ച കിട്ടിയത്, അവന്റെ ആഗ്രഹത്തിന്റെ സാധിച്ചു കിട്ടിയത്, അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ പിന്നെയാണ്. എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഇത് കേൾക്കുന്ന എത്ര പേർക്ക് തീരുമാനമെടുക്കാൻ കഴിയും? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ദൈവകരങ്ങളിൽ ഒന്ന് നിർത്തി നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തെ ദൈവസന്നിധിയിൽ നിർത്തുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ മാറ്റം വരുത്താൻ തീരുമാനിക്കുന്നു. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതിന്ന് സാധിച്ചു കിട്ടിയിരിക്കും. ഞാൻ വിശ്വസിക്കുകയാണ്. ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട എന്നാണെന്ന് ഇനി വീട്ടിൽ പോയി ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ കണ്ണടച്ചാൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട പുറങ്കുപ്പായം ഏതാണ്, എവിടെയാ മാറ്റം വരുത്തേണ്ടത്? എത്രയോ നാളായി ഞാൻ ഈ പുറങ്കുപ്പായവും ചുമന്നോട് നടക്കുന്നു. ഞാൻ ഏത് പാപത്തിന്റെ അടിമത്തത്തിലാണ്? അതിൽ നിന്ന് എന്തുകൊണ്ടാ പുറത്ത് കിടക്കാത്ത? അടിമത്തത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റും, പക്ഷെ ദൈവാരാധന ഒരത്ഭുതമായി മാറത്തില്ല. ദൈവാരാധന നടത്തുമ്പോൾ നമ്മൾ ചിന്തിക്കും, കൈകൊട്ടി പാടുന്ന പാട്ടുണ്ടോ? അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടോ? എത്ര ബൊക്കകളുണ്ട്? പൂ എവിടുന്ന ഊട്ടിന്ന് വരുത്തിയ പൂവുണ്ടോ? അവിടെ അൽത്താരം മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നത് ഭൗതികമായ കുറെ കാര്യങ്ങളാണ്. നമ്മൾ കൈയടിച്ചു പാടും, മുട്ടെ കുത്തി നിന്ന് പാടും, പ്രാർത്ഥിക്കുന്നു, 2 സൈഡിലേക്ക് കരങ്ങൾ അടിച്ചു പാടും. നമ്മുടെ ദൈവാരാധനയിൽ കുറെ ഭൗതികമായ കുറെ കാര്യങ്ങൾ നോക്കും. അതിനേക്കാൾ അത്ഭുതം നടക്കണമെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ ശരിയായി ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ, ഒരത്ഭുതം പ്രതീക്ഷിക്കുന്നെങ്കിൽ, ഒരനുഗ്രഹം ദൈവസന്നിധികൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ, നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ എങ്ങനെ നിർത്തണം? ഒന്ന് പുറങ്കുപ്പായം ദൂരെ എറിയണം. 2, ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കടന്നു. അതുപോലെ ചില സ്വഭാവത്തിൽ നിന്ന്, ചില അവസ്ഥകളിൽ നിന്ന്, ചില പാപത്തിൽ നിന്ന്, ചില ബന്ധനത്തിൽ നിന്ന് ഞാൻ പുറത്തു കടന്നേ മതിയാകൂ. അങ്ങനെയെങ്കിൽ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ടും ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്നപ്പം ഒരു മന്ന പോലും കൊടുത്തിട്ടില്ല. ഒരു പ്രാവശ്യം പോലും ഒരു അനുഗ്രഹം കൊടുത്തില്ല. അവരൊത്തിരി കഷ്ടപ്പാടിലായിരുന്നു. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവത്തിന്റെ സ്വന്തം ജനമായത് ഇടയ്ക്ക് എപ്പോഴേലും വെച്ചല്ല, നേരത്തെ സ്വന്തം ജനമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് മന്ന കൊടുത്തില്ല? എന്തുകൊണ്ട് അവർ പൊരി വെയിലത്ത് പണിയെടുത്തപ്പോ വെള്ളം കൊടുത്തില്ല? എന്തുകൊണ്ട് കാടപ്പക്ഷിയെ വരുത്തി കൊടുത്തില്ല? പക്ഷെ കൊടുത്തു. എപ്പം? അവർ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കിടന്ന ഒരു 4-5 അധ്യായങ്ങൾ മുഴുവൻ അത്ഭുതങ്ങളുടെ പെരുമഴയായിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ പാപത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് പുറത്തു കിടന്ന് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി ആരാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയിലൂടെ അത്ഭുതങ്ങളുടെ ഒരു പെരുമഴക്കാലം നടക്കും. ഒരുപാട് വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറും, ജോലി തടസ്സം മാറും. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കരം നിങ്ങൾക്കായി ചലിക്കും. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് സ്തുതിക്കാമോ? ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ചില പുറങ്കുപ്പായങ്ങൾ ദൂരെ എറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാൻ ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു.
ഒരു പുതിയ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുത്രഅഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നിറയാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറയാൻ പ്രാർത്ഥിക്കുന്നു. ഉന്നതങ്ങളിൽ ഒരു അഭിഷേകം നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സഹായിക്കണം, ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങളടിച്ച് നമ്മൾ പാടുന്നു. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നാടും ചെറുപടോ. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. ദൈവമേ, ഇന്നു കേട്ട ദൈവവചനങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. വായ്പ വാങ്ങാൻ ഇടവരാത്തൊരു വർഷമായിരിക്കട്ടെ. കൊടുക്കുവാനോ സമൃദ്ധി നൽകുന്നൊരു വർഷമാകട്ടെ. ഒരു സമൃദ്ധിയുടെ, വിശ്വാസത്തിൽ വളർച്ചയുടെ, പ്രാർത്ഥനയുടെ, സന്തോഷത്തിന്റെ ഒരു നല്ല വർഷമായിരിക്കട്ടെ. കരമടിച്ച് വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി. ഒരിക്കൽ കൂടി. വായ്പ വാങ്ങാനിട വരികയില്ല. കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ. ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. മർക്കോസിന്റെ സുവിശേഷത്തിൽ അന്ധനായൊരു വ്യക്തിയുടെ സംഭവം നിങ്ങളൊന്ന് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ടൊന്ന് കാണുക. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോഴും പുറങ്കുപ്പായം ഉണ്ടായിരുന്നു. ആ അവസ്ഥയിലും പ്രാർത്ഥന കേട്ടു. പക്ഷെ പ്രാർത്ഥന ഫലമായില്ല. പ്രാർത്ഥന ഫലവത്തായത് ആ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞേ പിന്നെയാണ്. ദൂരെ എറിഞ്ഞ ഒരാളോട് ഈശോ ചോദിക്കുവാണ്. ഈശോ ഒരുപാട് വ്യക്തികളെ ബൈബിളിൽ കണ്ടതായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരാളോട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, നിന്റെ ആഗ്രഹം എന്നാണ്. അത്രയും ആഗ്രഹത്തിന് വില വരാൻ കാരണം അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞു. പ്രിയപ്പെട്ട ദൈവവചനം കേട്ട ഈശോ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തോട് ചേർന്ന് കിടക്കുന്ന ചില പുറങ്കുപ്പായമുണ്ട്. അത് ദൂരെ എറിയാൻ എന്താ മടി? അത് അങ്ങനെ ദേഹത്ത് പറ്റിക്കിടക്കുമ്പോൾ എന്തോ ഒരു സുഖമുണ്ട്, ഒരു സന്തോഷമൊക്കെ ഉണ്ട്, ശരിയാ. പക്ഷെ അത് എടുത്ത് ഊരിക്കളഞ്ഞാലുണ്ടല്ലോ, ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഒരു പെരുമഴ ദൈവം പെയ്യിക്കും. അത് ബൈബിളിൽ ഒരാൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമൊന്നല്ല, അത് ഇന്നും ദൈവം ചെയ്യുന്ന കാര്യമാ. ഒരാൾ എന്നോട് ചോദിച്ചു, ബൈബിളിലെ അനുഗ്രഹങ്ങൾ നമുക്ക് ഉള്ളതാണോന്ന്. ബൈബിളിലെ അനുഗ്രഹങ്ങളെ അത് ബൈബിളിൽ ചില ആളുകൾക്ക് കിട്ടിയിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്, അത് നമുക്കും കൂടി ഉള്ളതാണോന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക, ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള സകലതും ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് കൂടി ഉള്ളതാ. അത് നമുക്ക് കൂടി ഉള്ളതാ. അതുകൊണ്ട് നല്ല വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു നല്ല മറുപടി, ആ പ്രാർത്ഥന ദൈവം ഫലവത്താക്കി തരും. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും.